നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ പത്തനാപുരത്ത് ഒരു പെന്റിക്കോസ്റ്റൽ വിശ്വാസിയുടെ വീടിൻ്റെ ചുറ്റുമതിലിൽ എഴുതിയിരുന്ന ബൈബിൾ വചനത്തിൽ നിന്ന് വിഗ്രഹാരാധികൾ എന്ന പദം മായ്ച്ചു കളഞ്ഞതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇന്ന് ഒത്തിരി വൈറലായിരിക്കുകയാണ്. ധാരാളം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ആ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പത്തനാപുരത്ത് നടന്നത് എന്താണ്, ആ വാർത്തയുടെ ഒരു പൂർണ്ണ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ആഗ്രഹം. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഞാൻ അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ വീട് ഒരു വിദേശ മലയാളിയുടെ വീടാണ്. അവിടെ ലോക്കലായിട്ടുള്ള മറ്റൊരു പെന്റിക്കോസ്റ്റൽ സഭയിലെ ഒരു വിശ്വാസിയാണ് ഈ വീട് നോക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ വീടിൻ്റെ ചുറ്റുമതിലിൽ ഇപ്രകാരമുള്ള വാക്യങ്ങൾ എഴുതി വെക്കുന്ന പതിവുണ്ട്. വാക്യങ്ങൾ ഓരോ പ്രാവശ്യവും പെയിൻ്റ് അടിക്കുമ്പോൾ പുതിയ വാക്യങ്ങൾ എഴുതുന്നു. അങ്ങനെ ചില വർഷങ്ങളായിട്ട് എഴുതിയിട്ടുള്ള ഒരു വാക്യമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ, സ്വർഗരാജ്യം അവകാശമാക്കുന്നത് ആരാണ് എന്ന പൗലോസ് ശ്ലീഹായുടെ വചനം, വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള വചനം. ആ വചനത്തിൽ വിഗ്രഹാരാധികൾ എന്ന പദം വിവാദമായി തീരുകയാണ് ഉണ്ടായത്. പത്തനാപുരത്ത് പിടവൂർ സത്യൻ മുക്കിലുള്ള ഒരു പെന്തക്കോസ്ത് വിശ്വാസിയുടെ വീടിൻ്റെ ചുമരിൽ എഴുതിയിരുന്ന വചനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ മതിലിന്മേൽ എഴുതിയ ചിത്രം ചില ദിവസങ്ങൾക്ക് മുമ്പ് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ ഷെയർ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ വിഷയം പൊതുശ്രദ്ധയിലെത്തുകയും പത്തനാപുരത്ത് തന്നെ തലവൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ, BJP വാർഡ് മെമ്പർ പ്രതിഷേധമായി എത്തുകയും ഈ വാക്യം മതിലിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് വീട്ടുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വീട്ടുകാർ അതിന് തയ്യാറായില്ല. അങ്ങനെ വാക്യം നീക്കം ചെയ്യുന്നില്ല എങ്കിൽ ആ മതിൽ ഇടിച്ചു കളയുമെന്ന് ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് പോലീസ് ഈ വിഷയങ്ങളിൽ ഇടപെടുകയും പോലീസ് വീട്ടുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. തങ്ങൾ എഴുതിയ വാക്യം മായ്ക്കുകയില്ലെന്നും വേണമെങ്കിൽ പ്രതിഷേധക്കാർ തന്നെ ഈ വാക്യം മായ്ച്ചുകൊള്ളട്ടെ എന്ന നിലപാടാണ് വീട്ടുകാർ എടുത്തത്. അതോടുകൂടെ പോലീസ് സഭാ ഭാരവാഹികളുമായി, അതായത് ലോക്കൽ ചർച്ച് ഭാരവാഹികളുമായി ബന്ധപ്പെടുകയും അങ്ങനെ നടത്തിയ ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിൻ്റെ ഫലമായി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വിഗ്രഹാരാധികൾ എന്ന വാക്ക് സ്പ്രേ പെയിൻറ് ചെയ്ത് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. 5 വർഷത്തോളം മുമ്പ് എഴുതിയിരുന്ന വാചകമാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമായി തീർന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ വീട്ട് ഉടമസ്ഥർ സ്ഥലത്ത് താമസിക്കുന്നില്ല. നോക്കുവാൻ ഏൽപ്പിച്ച വിശ്വാസിയായ ആ വ്യക്തി, അദ്ദേഹത്തെ കൊണ്ട് തന്നെ അത് മായ്പിച്ചു. അദ്ദേഹമാണ് ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, സഭാവിശ്വാസിയാണ്. അദ്ദേഹത്തെ കൊണ്ട് തന്നെ വിഗ്രഹാരാധികൾ എന്ന ആ പദം മായ്ച്ചു കളവാൻ ഇടയായിത്തീർന്നു. ഈ വിഷയത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു വാക്യം എഴുതുമ്പോൾ അത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി തീരുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മറുഭാഗത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ബൈബിൾ സൂക്തം, അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തെയോ ഒരു സമൂഹത്തെയോ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു വചനമല്ല. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ബൈബിൾ വചനം, ആ വാക്യം അത് എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാകുന്നു. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം വചനങ്ങൾ പണ്ട് മുതലേ എഴുതുന്നതാണ്. അന്നൊന്നും ഇത്തരം അസഹിഷ്ണുതയോടുകൂടിയുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ട്. എന്താണെങ്കിലും പത്തനാപുരത്തെ സത്യൻ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. സത്യൻ മുക്ക് എന്ന പേരിൽ തന്നെ ഒരു സത്യമുണ്ട്. പക്ഷേ സത്യാനന്തര കാലത്ത് ജീവിക്കുന്ന നമ്മൾ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത് പലതും യഥാർത്ഥ സത്യമല്ല എന്ന വാസ്തവം നാം അംഗീകരിക്കേണ്ടി ഇരിക്കുന്നു. ഇവിടെ
മതപരമാകുന്ന വിഷയങ്ങളെക്കാൾ അപ്പുറമായിട്ട് രാഷ്ട്രീയവും ഇതുപോലെയുള്ള രാഷ്ട്രീയ ഫലങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളുമാണ് ഇന്നത്തെ കേരള സമൂഹത്തെ ഇത്തരം വിഷയങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ പണ്ടൊന്നും ഇല്ലാത്തവണ്ണം കേരളത്തിൽ ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ പ്രവർത്തികൾ നമ്മൾ കാണുകയാണ്. ക്രിസ്മസ് കരോൾ സംഘത്തിനെതിരെയുള്ള ആക്രമണം ഡിസംബറിൽ നമ്മൾ കണ്ടു. ജനുവരിയിലും ചില സംഭവങ്ങൾ നമ്മൾ കാണുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴാണ് അത് സമൂഹത്തിൻ്റെ സമാധാനത്തോടുള്ള ജീവിതത്തെ ഭഞ്ജിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. കേരളം പോലെ ഉള്ള ഒരു സമൂഹത്തിന് ഇത്തരത്തിലുള്ള വാർത്തകൾ ഭൂഷണമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.